അപ്പോൾ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ചങ്കേഴ്സ് മീ മാന്ത്രികൻ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പുറത്തെ റോഡ് വഴിയാണ് നമ്മൾ മുമ്പേ ക്രോസ് ചെയ്ത് പോയത്. ഇപ്പം നമ്മൾ നേരെ നിൽക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിലാണ്. ഏടാ, നിങ്ങൾ അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിലേക്ക് വേണ്ടി വന്നിട്ട് ഞങ്ങളുടെ വർക്ക് തീരാറായ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ട് നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാണ്. കാരണം ആ ഒരു വ്യൂ ഈ ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞാൽ വണ്ടർഫുൾ അത്ര തന്നെ. കണ്ടോ, ഇത് ഇച്ചൂടൊന്ന് വൈഡാക്കി നോക്കിയാലോ. കണ്ട ഇപ്പം എങ്ങനെയുണ്ട് ഇത്, കണ്ട എന്ത് അടിപൊളിയാണ്. മോസ്കിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഇതുപോലെ 4 വലിയ മിനാരങ്ങൾ കാണുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത വലിപ്പമുള്ള 82 ഡോംസും ഇതിന്റെ ഒരു പ്രത്യേക സവിശേഷത തന്നെയാണ്. ഞങ്ങൾ ഏകദേശം ഉച്ചസമയത്ത് പോയതുകൊണ്ട് തന്നെ നീലാകാശത്തിന് ചുവട്ടിൽ വെള്ള മാർബിൾസ് കൊണ്ട് തീർത്ത വർണ്ണ വിസ്മയം തന്നെയായിരുന്നു ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഗാർഡനുകൾ കൊണ്ടും അതിലേറെ വാട്ടർ ഫൗണ്ടൈനുകൾ കൊണ്ടും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. 1996 നവംബർ 5 ഈ ഒരു മോസ്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് തുടങ്ങിയ ഈ വർണ്ണ വിസ്മയം കാണാൻ ഇന്ന് ഒട്ടേറെ ആളുകൾ ഇവിടെ എത്താറുണ്ട്. കാലം കാത്തുവെച്ച വർണ്ണ വിസ്മയമാണ് ഈ ഒരു മോസ്ക് എന്ന് ഇവിടെ വന്ന് കണ്ട എല്ലാവർക്കും തന്നെ പറയാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായ ഈ ഒരു വർണ്ണക്കാഴ്ച കാണണമെങ്കിൽ UAE-യിലുള്ള എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി കാണാൻ ശ്രമിക്കുക. UAE-യുടെ ആദ്യ പ്രസിഡന്റിന്റെ സ്വപ്ന നിർമ്മാണമാണ് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് എത്തും തോറും കാഴ്ചകൾ വളരെ മനോഹരമായി. വർണ്ണമനോഹരമായ ഈ മോസ്കിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും ഇവിടെ തൊഴിൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത്രയ്ക്കും മനോഹരമായ ഈ ഗോപുരത്തിൽ നിന്നുള്ള കാഴ്ച വളരെ വ്യത്യസ്തമായി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അകത്തേക്ക് പോകുന്തോറും വളരെയേറെ ചിത്രപ്പണികളും അതിനോടൊപ്പം തന്നെ വർണ്ണശബളമായ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഭംഗിയും വ്യത്യസ്തമായി ആസ്വദിക്കുന്ന ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കും തോറും ഡോംസുകളുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ ഒരു ഫീല് തന്നെ എത്തിക്കാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായ ഈ ഒരു വൈഡ് വ്യൂ നിങ്ങൾക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ അവിടെ കണ്ടു നിന്ന എനിക്കും വളരെയേറെ സന്തോഷം നൽകി. ഈ ഒരു മോസ്കിന്റെ പ്രധാനപ്പെട്ട ഫോട്ടോ സ്പോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തൂണുകൾ. ഗൈസ്, ഈ ഒരു ലൊക്കേഷൻ ഫോട്ടോ സ്റ്റോപ്പ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ ഒരു ലൊക്കേഷൻ്റെ ഫോട്ടോ ഉണ്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ആളുകൾ നിൽക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അടിപൊളി ഒരു ഫോട്ടോ ആയിരിക്കും അത്. എപ്പോഴും ഈ ഒരു മോസ്ക് വളരെ വൃത്തിയോടെയും ക്ലീനായിട്ടുമാണ് ഇവിടെയുള്ളവർ സൂക്ഷിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ ഈ ഒരു മോസ്ക് വൃത്തിയായി സൂക്ഷിക്കുവാനായി ചിലവഴിക്കുന്നുണ്ട്. തൂവെള്ള നിറത്തിലുള്ള ഈ ഒരു മോസ്ക് ഉച്ച സമയത്ത് കാണുമ്പോൾ നീലാകാശത്തിന് താഴെ വെള്ളപ്പരവതാനി വിരിച്ചതുപോലെ അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച കാണാൻ ഒട്ടേറെ ആളുകൾ ഇവിടെ എത്താറുണ്ട്. മോസ്കിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഇവിടെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയത് ഷാൻഡ്ലിയർ ലൈറ്റുകളാണ്. തികച്ചും മാർബിൾ കൊണ്ട് തീർത്ത വർണ്ണ വിസ്മയം തന്നെയാണ് ഈ ഒരു ഷെയ്ഖ് സയ്യിദ് മോസ്ക് എന്ന് പറയുന്നത്. അത്രയ്ക്കും മനോഹരമായ ഈ ഒരു കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. വളരെ മനോഹരമായ ഈ ഒരു ക്ലോക്കിൽ കാണുന്നത് മുസ്ലിം മതവിശ്വാസികളുടെ പ്രാർത്ഥനാ സമയമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ മോസ്കിലെ പ്രാർത്ഥനാലയമാണ്. ഇവിടെയും തികച്ചും വ്യത്യസ്തമാകുന്നത് ഷാൻഡ്ലിയർ ലൈറ്റ് തന്നെ. അത് കൂടാതെ തന്നെ ഇവിടുത്തെ നിലത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് കൈകൾ കൊണ്ട് തുന്നിച്ചേർത്തതാണ്. മോസ്കിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇവിടെയാണ്, പ്രാർത്ഥന ഹാൾ. ഷാൻഡ്ലിയർ ലൈറ്റും അതിനോടൊപ്പം തന്നെ ഇവിടെ നിലത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് കൈകൊണ്ട് തുന്നിച്ചേർത്തതുമാണ്. അത്രയ്ക്കും മനോഹരമായ ഈ ഒരു കാഴ്ച പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആലോചിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ട്രാവൽ തന്നെ ചെയ്യണം മോനെ. കണ്ടോ അറബിയുടെ ചിത്രപ്പണികൾ കണ്ടോ. മോസ്കിനുള്ളിൽ തന്നെ ഇതുപോലെ 360 കറങ്ങി വീഡിയോ എടുക്കുന്ന സംവിധാനവും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ വെളിയിലേക്ക് പോകാം. പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇതുപോലുള്ള മിനിയേച്ചറുകളാണ്. ശരിക്കും വളരെ മനോഹരം തന്നെയാണ്. ഒരുപക്ഷെ ഇത് വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് ഇത് കണ്ടില്ല എന്നുള്ള വിഷമം അത് എനിക്ക് വളരെയേറെ ഉണ്ടായേനെ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും മനോഹരമായ ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ UAE-യിലേക്ക് വന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയേനെ. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഗോളം ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെയുള്ള വർണ്ണശബളമായ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെയുള്ള ഓരോ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു.
ഇവിടെ ഒരുപാട് ഷോപ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. മോസ്കിലെ കാഴ്ചകൾ കടന്ന് ഞങ്ങൾ നേരെ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്.